ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാനിലെ സിലബസിലെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള ഫസ്റ്റ് പോർഷനിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദ ഇമേജ് ഷോസ് എ സർക്യൂട്ട് ഡയഗ്രാം. ഈ ഇമേജ് ഒരു സർക്യൂട്ട് ഡയഗ്രാം കാണിക്കുന്നുണ്ട്. വാട്ട് ഈസ് ബീയിങ് മെഷേർഡ് യൂസിങ് ദ വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് ഈ സർക്യൂട്ടിൽ എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ, അല്ലേ? നെക്സ്റ്റ് വൺ, ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് 2 ohms, 4 ohms, 1 ohm ആൻഡ് 100 ohm ഈസ് ഡാഷ്. ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് 2 ohm, 4 ohm, 1 ohm, 100 ohm വെച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന ലീസ്റ്റ് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് എത്രയായിരുന്നു? ലെസ് ദാൻ 1 ohms ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, work of 14 joule is done to move 2C charge between 2 points on a conducting wire. What is the potential difference between the 2 points? അതായത് വർക്ക് 14 joule വർക്കാണ് നമ്മൾ 2C ചാർജ് 2 പോയിൻറ്റ്സിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. ഏതിലെ? ഒരു കണ്ടക്റ്റിംഗ് വയറിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കണേ? 7 volt ആണ്. ഓക്കെ, അടുത്തത്, എ ഫ്യൂസ് വയർ റിപ്പീറ്റഡ്ലി ഗെറ്റ്സ് ബേൺഡ് വെൻ യൂസ്ഡ് വിത്ത് എ ഗുഡ് ഹീറ്റർ. ഒരു ഫ്യൂസ് വയർ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഗുഡ് ഹീറ്റർ വെച്ചിട്ട് അതിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഫ്യൂസ് വയർ എപ്പോഴും കരിഞ്ഞു പോവാണ്. ഇറ്റ് ഈസ് അഡ്വൈസ് ടു യൂസ് എ ഫ്യൂസ് വയർ ഓഫ് ഡാഷ്. അപ്പോൾ നമ്മൾ എന്താണ് അത് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ ബേൺട്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ, കരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസ് വയർ എന്താണ് മോർ റേഡിയസ് ഉള്ള വേറെ വയർ വെച്ചിട്ട് അത് കെട്ടാനായിട്ടാണ് നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്യുക, അല്ലേ? അടുത്തത്, എ സർക്യൂട്ട് ഹാസ് എ ചാർജ് ഓഫ് 2C മൂവിങ് ത്രൂ ഇറ്റ് ഇൻ 3 seconds. വിച്ച് ഇലക്ട്രിക്കൽ കോമ്പോണൻറ്റ് ഇൻ ദ സർക്യൂട്ട് ഇഫ് പ്രസൻറ്റ് വിൽ ഷോ ദ കറൻറ്റ്. ഒരു സർക്യൂട്ടിലെ ചാർജ് 2C ആണ്. അത് 3 secondsൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഇലക്ട്രിക്കൽ കോമ്പോണൻ്റ് ആണ് സർക്യൂട്ടിലുള്ളത്? ഈ കറൻറ്റ് കാണിക്കുന്നത് ഏതാണ്? നമുക്കറിയാം, അമ്മീറ്റർ ആണ്, അല്ലേ? അമ്മീറ്റർ വിൽ ഷോ എ കറൻറ്റ് ഓഫ് 0.7A. ഓക്കെ, അമ്മീറ്റർ വിൽ ഷോ എ കറൻറ്റ് ഓഫ് 0.7A. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ ഗിവൺ മെറ്റാലിക് വയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡാഷ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, ഒരു മെറ്റാലിക് വയറിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ കൊണ്ടാണോ അത് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, 2 devices ആർ കണക്റ്റഡ് ബിറ്റ്വീൻ 2 points A ആൻഡ് B ഇൻ പാരലൽ. 2 ഡിവൈസസ് 2 പോയിൻറ്റ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 2 പോയിൻറ്റ്സിനെ നമുക്ക് A ആൻഡ് B എന്ന് പറയാം. പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ റിമെയിൻ ദ സെയിം ബിറ്റ്വീൻ ദ 2 points ഈസ് ഡാഷ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എത്രയാണ്? എന്താണ്? വോൾട്ടേജ് ആണ്, അല്ലേ? അടുത്തത്, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ മേ ഓൾസോ ബി എക്സ്പ്രസ് ഡാഷ് ഡാഷ്. എന്താണ്? കിലോ വാട്ട് അവർ ആണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ. നമ്മൾ വേറെ തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിലായിരുന്നു? കിലോ വാട്ട് പെർ അവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് കറൻറ്റ്. റെസിസ്റ്റൻസും കറൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദ്യം. എന്താണ്? രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അല്ലേ? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. അതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുക. അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസും കറൻറ്റും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസിസ്റ്റൻസ് ഹൂസ് VI ഗ്രാഫ് ഈസ് ഗിവൺ ബിലോ ഈസ് അതായത് VI ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. വോൾട്ട് ആംപെയറിൻ്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ അത് എന്താണ്? 3/5 ohms ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, എ കറൻറ്റ് ഓഫ് 1 ampere ഈസ് ഡ്രോൺ ബൈ എ ഫിലമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്. The number of electrons passing through a cross section of the filament in 16 seconds would roughly dash. എന്താണ്? ഒരു ആംപെയർ കറൻറ്റ് ഫിലമെൻ്റ് ഇലക്ട്രിക് ബൾബിലൂടെ ഡ്രോ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ ക്രോസ് സെക്ഷൻ ആ ഫിലമെൻറ്റിൻ്റെ 16 സെക്കൻഡിലുള്ള ആ ഫിലമെൻറ്റിൻ്റെ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ
ഏകദേശം എത്രയാവും? 10⁻20 ആയിരിക്കും. നെക്സ്റ്റ്, ഹൗ മച്ച് മോർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇഫ് ദ കറണ്ട് ഈസ് ഡബിൾഡ്? കറണ്ട് നമ്മൾ ഡബിൾ ചെയ്യുകയാണെങ്കിൽ എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? എത്ര കൂടുതൽ ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? 4 times ദ ഒറിജിനൽ എമൗണ്ട്. അതായത് ഒറിജിനൽ ഉണ്ടായിരുന്ന എമൗണ്ടിൻ്റെ 4 ഇരട്ടി. 10 ആയിരുന്നെങ്കിൽ 10 × 4 40. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് വോൾട്ടേജ്? വോൾട്ടേജിനെ കാണിക്കുന്നത് എന്താണ്? വർക്ക് ഡൺ ബൈ കറണ്ട് ഇൻറ്റു ടൈം ആണ് എന്ത്? വോൾട്ടേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cooler of 1500 volts, 200 volts and a fan of 500 watts, 200 watts are to be used from a household supply. The rating of the fuse to be used is dash. ഒരു കൂളർ 1500 വാട്ടിൻ്റെ, പിന്നെ 200 വാട്ട്, പിന്നെ ഫാൻ 500 വാട്ടും 200 വാട്ട്സിൻ്റെയും അത് ഒരു ഹൗസ് ഹോൾഡ് സപ്ലൈയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ റേറ്റിംഗ് ഓഫ് ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്യൂസിൻ്റെ റേറ്റിംഗ് എത്രയായിരുന്നു? 10A ആണ്. നെക്സ്റ്റ്, വിച്ച് കോമ്പിനേഷൻ ഓഫ് എ 2 ohm റെസിസ്റ്റർ ആൻഡ് 4 ohm റെസിസ്റ്റർ ഓഫേഴ്സ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് ടു കറണ്ട് ഇൻ ദ സർക്യൂട്ട്? ഇതാണ് പാരലൽ കോമ്പിനേഷൻ. അതിൽ നെറ്റ് റെസിസ്റ്റൻസ് എത്രയാവും? 0.5 ohms ആവും. Next question. In an electrical circuit, 2 resistors of 2 ohm and 4 ohm respectively are connected in a series. Series ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് 6 volt ബാറ്ററിയിലേക്ക്. The heat dissipated by the 4 ohm resistor in 5 seconds will be dash. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 4 ohm റെസിസ്റ്ററിൽ 5 സെക്കൻഡ്സിലുണ്ടായ ഹീറ്റ് എത്രയാണ് ഡിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവുക? 20 ജൂളാണ്. ഓക്കെ, 20 ജൂളാണ്. അടുത്തത്, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ അറ്റ് എ ഹോം വാട്ട് കൈൻഡ് ഓഫ് അപ്ലയൻസ് ഷുഡ് വൺ പർച്ചേസ്? അതായത് നമ്മൾ കറണ്ട് കൺസപ്ഷൻ ഒരു വീട്ടിൽ കുറയ്ക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള അപ്ലയൻസ് ആണ് നമ്മൾ വാങ്ങേണ്ടത്? വൺ വിച്ച് ഡ്രോസ് ലോ പവർ, വളരെ കുറവ് കറണ്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് അപ്ലയൻസസ് നമ്മൾ വാങ്ങി ഉപയോഗിച്ചാലാണ് നമുക്ക് എന്താണ് കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് n resistors each of resistance r are connected in parallel combination, അതായത് n number of resistors, എത്ര n എന്നുള്ളത് that can vary. അപ്പോൾ അത്രയും നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് എത്രയാണ്? 6 വെച്ചിട്ട് അത് നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാവും? R ഡിവൈഡഡ് ബൈ n ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ R ഡിവൈഡഡ് ബൈ n ആയിരിക്കും. നെക്സ്റ്റ് വൺ. Which one among a bar of an alloy of mass 2 kg and a 3 kilo iron bar of the same dimension has greater resistivity? അതായത് ഒരു അലോയ് 2 കിലോഗ്രാമിൻ്റെ ഒരു അലോയും 3 കിലോഗ്രാമിൻ്റെ ഒരു അയൺ ബാറും സെയിം ഡയമെൻഷൻസ് ഉള്ളത് എടുക്കുകയാണ്. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ റെസിസ്റ്റിവിറ്റി തോന്നുന്നത്? അലോയ് ബാറിനാവും. കാരണം എന്താണ്? അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആണ് ഒരു അലോയ് ബാറിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനാവും കൂടുതൽ തോന്നാം. നെക്സ്റ്റ്, 2 resistors connected in series give an equivalent resistance of 10 ohms. When connected in parallel, give 2.4 ohms. Then the individual resistance is dash. അതായത് 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തേക്കുന്നത് സീരീസ് ആയിട്ടാണ്. അത് ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 10 ohmsൻ്റെ ആണ് നൽകുന്നതെങ്കിൽ അത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2.4 ohms ആണ് അത് റെസിസ്റ്റൻസ് എങ്കിൽ അപ്പോൾ രണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എത്രയാവും? 6 ohmsഉം 4 ohmsഉം ആയിരിക്കും. നെക്സ്റ്റ് വൺ. എ ബാറ്ററി ഓഫ് 10 volt carries 20,000 each of charge through a resistance of 20 ohms. The work done in 10 seconds. ഓക്കെ, ഒരു ബാറ്ററി അത് 10 volt കപ്പാസിറ്റി ഉള്ളത്, അത് 20,000 ചാർജാണ് ഒരു ഈ 20 ohm റെസിസ്റ്റൻസ് ഉള്ളതിലൂടെ ക്യാരി ചെയ്യുന്നതെങ്കിൽ 10 സെക്കൻഡ് ടൈമിൽ അത് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? 2 × 10⁵5 ആയിരിക്കും. അടുത്തത്, 2 bulbs are rated 40 watt, 220 watt and 60 watt, 220 watt. The ratio of their resistance will be. അപ്പോൾ ബൾബിൻ്റെ
ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് റേഷ്യോ ഓഫ് ദെയർ റെസിസ്റ്റൻസ് എത്രയാവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 3:2 ആയിരിക്കും അല്ലേ? 3:2. നോക്കി, ഇവിടെ 40യും 220, ഇവിടെ 60യും 220. അപ്പോൾ എത്രയാവും? 3:2 ആയിരിക്കും. നെക്സ്റ്റ്, ദ ഇമേജ് ഷോസ് എ കോമ്പിനേഷൻ ഓഫ് 4 റെസിസ്റ്റേഴ്സ്. 4 റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഇമേജ് കാണിച്ചിരുന്നത്. വാട്ട് ഈസ് ദ നെറ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ഇൻ ദ സർക്യൂട്ട്? നെറ്റ് റെസിസ്റ്റൻസ്, ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ നെറ്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1.0 ഓംസ് ആയിരിക്കും. ഓക്കെ, അടുത്തത്, if R1 and R2 be the resistance of the filament of 40 watt and 60 watt respectively operating 220 volt, then എന്തായിരിക്കും? R1ഉം R2ഉം 40 വോൾട്ടിൻ്റെയും 60 വോൾട്ടിൻ്റെയും ഫിലമെൻസിൻ്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് 220 വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എന്താവും? റെസിസ്റ്റൻസ് 2 ഈസ് ലെസ് ദാൻ റെസിസ്റ്റൻസ് 1. ഓക്കെ, ഇനി അടുത്തത്, an electric toaster has a power rating of 200 watts. It operates for an hour in the morning and 1 hour in the evening. ഒരു ഇലക്ട്രിക് ടോസ്റ്ററിന് പവർ റേറ്റിംഗ് എത്രയാണ്? 200 വോട്ടാണ്. അത് മോർണിംഗിൽ 1 ഹവറും ഈവനിങ്ങിൽ 1 ഹവറും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ഓപ്പറേറ്റ് ദ ടോസ്റ്റർ ഫോർ 10 days? 10 ദിവസത്തോളം ഈ ടോസ്റ്റർ വർക്ക് ചെയ്യിക്കാനായിട്ട് എത്രയാവും എന്നുള്ളത്. അറ്റ് 5 rupees 5 ആണ് പെർ kW/h. ഓക്കെ, അപ്പോൾ എത്രയാവും? 10 ദിവസത്തേക്ക് അല്ലേ? ഒരു kWh 5 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തേക്കാണ് പറഞ്ഞത്. കാലത്ത് 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ 20 രൂപയാണ് കിട്ടുന്നത്. നെക്സ്റ്റ്, എ കോയിൽ ഇൻ ദ ഹീറ്റർ കൺസ്യൂംസ് പവർ P ഓൺ പാസിംഗ് കറണ്ട്. അതായത് ഒരു ഹീറ്ററിലെ കോയിൽ കൺസ്യൂം ചെയ്യുന്ന പവർ P ആണ് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ. ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു ഹാവ്സ് ആൻഡ് ജോയിൻഡ് ഇൻ പാരലൽ, അതിനെ നമ്മൾ പകുതിയായിട്ട് മുറിച്ചിട്ട് പാരലായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കൺസ്യൂം പവർ എത്രയാണ്? 4 ടൈംസ് ആണ് അല്ലേ? 4P ആവും വരിക. ഓക്കെ, 4 P, അതായത് 4 ടൈംസ് ആണ് വരുന്നത്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ കറണ്ട് ഫ്ലോ ത്രൂ ദ 10 ohm റെസിസ്റ്റർ ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ത്രൂ 10 ohm റെസിസ്റ്ററിലൂടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ്? 0.6 ആംപെയർ ആണ് അതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ. ഏത്? 10 ohmസിൻ്റെ കേട്ടോ. നെക്സ്റ്റ്, ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഈസ് ഡാഷ്. ഇതിൽ എയും ബിയും തമ്മിൽ അതിൽ ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ്. ഈ സർക്യൂട്ടിൻ്റെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ എ ആൻഡ് ബി, ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാവും? 4 ohms ആവും. നെക്സ്റ്റ്, in this question an assertion and reason have been put forward. Read the statements carefully and choose the correct alternative from the following. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം PSCയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, അവർ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഇതേപോലെ അസേർഷനും റീസണും തരും. അപ്പോൾ അത് ചിലപ്പോൾ അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്, അങ്ങനെയൊക്കെയാവും ഓപ്ഷൻസ് തരിക. അപ്പോൾ നല്ല രീതിയിൽ വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. അസേർഷൻ എന്താണ് തന്നേക്കണേ? ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട്, ഒരു ഓപ്പൺ സർക്യൂട്ടിൽ ദ കറണ്ട് പാസസ് ഫ്രം 1 terminal ഓഫ് ദ ഇലക്ട്രിക് സെൽ ടു അനദർ. കറണ്ട് ഒരു ഇലക്ട്രിക് സെല്ലിൻ്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേതിലേക്ക് പാസ് ചെയ്യുന്നു. അതിന് റീസൺ അവർ തന്നേക്കുന്നത് ജനറലി ദ മെറ്റൽ ഡിസ്ക് ഓഫ് എ സെൽ ആക്ട് ആസ് എ പോസിറ്റീവ് ടെർമിനൽ. ഒരു സെല്ലിൻ്റെ മെറ്റൽ ഡിസ്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ടെർമിനലായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസേർഷൻ തെറ്റാണ് തന്നത്. ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുന്നത് ഒരു ടെർമിനൽ, ഇലക്ട്രിക് സെല്ലിൻ്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേതിലാണെന്ന് പറഞ്ഞത് എന്താണ്? തെറ്റാണ്. ഓപ്പൺ സർക്യൂട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? ക്ലോസ്ഡ് സർക്യൂട്ട് എന്നല്ല അവർ പറഞ്ഞത്, ഓപ്പൺ സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസേർഷൻ എന്താണ്? ഫോൾസ് ആണ്. പക്ഷേ എന്താണ്? റീസൺ തന്നിട്ടുള്ളത് കറക്റ്റാണ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇപ്പോൾ വരുന്ന കഴിഞ്ഞ കുറേ PSC പരീക്ഷകളിലൊക്കെ ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. 1-2 എണ്ണം അല്ല, പല ഡിഗ്രി ലെവൽ പരീക്ഷകളിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കണ്ടക്റ്റീവ് എലമെൻറ്റ്? ഏറ്റവും കൂടുതൽ കണ്ടക്റ്റീവായ എലമെൻറ്റ് കോപ്പർ, അയേൺ, സിലിക്കൺ, സിൽവർ. ഏതാണ്? സിൽവറാണ്. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് നമുക്ക് സാധാരണ ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് സിൽവർ നമ്മൾ യൂസ് ചെയ്യാത്തത്. ഓക്കെ, എ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സീറോ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഡാഷ്. എ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സീറോ റെസിസ്റ്റൻസ്, അതിന് പറയുന്ന പേരാണ് എന്ത്? സൂപ്പർ കണ്ടക്ടർ. നെക്സ്റ്റ്, വൈ ഈസ് എ കോപ്പർ എ പ്രിഫേർഡ് ചോയ്സ് ഇൻ മേക്കിംഗ് ഇലക്ട്രിക് വയേഴ്സ്? ഇലക്ട്രിക് വയേഴ്സ് നിർമ്മിക്കുന്നതിൽ നമ്മൾ കോപ്പറാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന്. കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലേ? കറണ്ട് നല്ലപോലെ കടത്തി വിടുന്നതുകൊണ്ടാണ് കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസുലേറ്റർ? അപ്പോൾ ഇങ്ങനെ നോട്ടൊക്കെ വരുന്നത് പ്രത്യേകം മാർക്ക് ചെയ്യുക. അപ്പോൾ പരീക്ഷയിൽ നമ്മൾ ഉത്തരം തെറ്റില്ല. ഓരോ ചോദ്യവും നമ്മുടെ വിധി നിർണ്ണയിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അത് പരമാവധി നെഗറ്റീവ് ആവാതെ നോക്കാനും തെറ്റാതിരിക്കാനും ഇങ്ങനെ വരുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം നോട്ടൊക്കെ കാണുമ്പോൾ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ അല്ലാത്തത് ചോദിച്ചേക്കുന്നത്. വൂളാണോ, പ്ലാസ്റ്റിക് ആണോ, പിന്നെ സിൽവറാണോ, പേപ്പറാണോ എന്ന്. ഏതാണ് അതല്ലാത്തത്? സിൽവറാണ്. വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് കോൾഡ്? റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? കണ്ടക്റ്റൻസ്. ഓക്കെ, അടുത്തത് ദ എനർജി, അതായത് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധം, കണ്ടക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടത്തിവിടുന്നത്, അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് എന്താണ്? കണ്ടക്റ്റൻസ് ആണ്. ദ എനർജി ഗ്യാപ്പ് ഈസ് മാക്സിമം ഇൻ ഡാഷ്. എനർജി ഗ്യാപ്പ് മാക്സിമം ആവുന്നത് ഇൻസുലേറ്റേഴ്സിലാണ്. കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് ദാറ്റ് അലോ ഡാഷ്. എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദാറ്റ് അലോ ദ ഫ്ലോ ഓഫ് ഹീറ്റ്. ഇവിടെ ആ ഓപ്ഷനാണ്. ഡസ് നോട്ട് അലോ ഹീറ്റ് ടു ഫ്ലോ എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്, അല്ലേ? നമ്മൾ പാത്രങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പാത്രം ചൂട് പിടിച്ചാലാണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അലൗസ് കോൾഡ് ടു ഫ്ലോ, തണുപ്പ് ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുമല്ല. സ്റ്റോപ്സ് കോൾഡ് ഫ്രം പാസിങ് ത്രൂ, തണുപ്പിനെ കടത്തി വിടുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അതൊന്നല്ല. ഏറ്റവും ഉചിതമായത് എന്താണ്? എലോ ദ ഫ്ലോ ഓഫ് ഹീറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഹാവ് മെനി ലൂസ്ലി ബൗണ്ട് ഡാഷ്. ഗുഡ് കണ്ടക്ടേഴ്സ് എന്തുണ്ടാവും? കുറേ ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ്, ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഗുഡ് കണ്ടക്ടേഴ്സ് ഹാവ് മെനി ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ്. നെക്സ്റ്റ്, ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ്. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ലെങ്ത്തിന്, അല്ലേ? ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഡാഷ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? അത് ഡിക്രീസ് ചെയ്ത് വരും, കുറഞ്ഞ് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബ്രാസ്, കോപ്പർ, ഗോൾഡ്. ഇതൊക്കെ എന്താണ്? കണ്ടക്ടേഴ്സാണ്, അല്ലേ? അതിൽ ഗ്ലാസ് മാത്രമാണ് ഒരു ഇൻസുലേറ്റർ ഉള്ളത്. അപ്പോൾ ഗ്ലാസ് ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ മെൻഷൻഡ് എലമെൻറ്റ്സ് ഈസ് ദ മോസ്റ്റ് കണ്ടക്റ്റീവ്? ഏറ്റവും കൂടുതൽ മോസ്റ്റ് കണ്ടക്റ്റീവ് ആയത് ഇതിലേതാണെന്ന്. അയൺ ആണോ, സിലിക്കൺ ആണോ, കോപ്പർ ആണോ, സിൽവർ ആണോ? നമുക്കറിയാം എന്താണ്? സിൽവർ ആണെന്ന് അറിയാം, അല്ലേ? മോസ്റ്റ് കണ്ടക്റ്റീവ് ആയത് സിൽവറാണ്. അതിന് റീസൺ നോക്കാം. ദ ഇലക്ട്രോൺസ് ഇൻ ദ എലമെൻറ്റ് ഹാവ് മോർ ഫ്രീഡം ടു ട്രാവൽ ദാൻ ദോസ് ഇൻ അതർ എലമെൻറ്റ്സ്. മറ്റ് എലമെൻറ്റ്സിനെക്കാട്ടും കൂടുതൽ ഈ സിൽവറിലെ എലമെൻറ്റ്സിന് എന്താണ്? ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം കൂടുതലാണ് ഇലക്ട്രോൺസിന്. ഓക്കെ, അതുകൊണ്ടാണത് മോർ കണ്ടക്റ്റീവ് ആണെന്ന് മോസ്റ്റ് കണ്ടക്റ്റീവ് മെറ്റീരിയൽ സിൽവർ ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് കോപ്പർ ദ മെറ്റീരിയൽ ഓഫ് ചോയ്സ് ഫോർ ഇലക്ട്രിക്കൽ വയേഴ്സ്? നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ്, അല്ലേ? ഇലക്ട്രിക്കൽ വയേഴ്സിൽ നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കോപ്പർ ഈസ് ആൻ എക്സലൻറ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. നല്ലതുപോലെ കറണ്ടിനെ കടത്തി വിടുന്നത് കൊണ്ടാണ് കോപ്പർ ഇലക്ട്രിക്കൽ വയേഴ്സിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ കണ്ടക്ടേഴ്സ് ദ കറണ്ട് കാരിയർ ഈസ് ഡാഷ്. കണ്ടക്ടേഴ്സിൽ കറണ്ട് ക്യാരി ചെയ്യുന്നത് ആരായിരുന്നു? നേരത്തെ പറഞ്ഞതാണ് ഇലക്ട്രോൺസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എനർജി ഗ്യാപ്പ് ഈസ് അറ്റ് ഇറ്റ്സ് വൈഡസ്റ്റ് ഇൻ ഡാഷ്. എനർജി ഗ്യാപ്പ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? ഇൻസുലേറ്റേഴ്സിലാണ്. നെക്സ്റ്റ്, ഓക്കെ, ഡാഷ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻസുലേറ്റർ. ഒരു ഇൻസുലേഷൻ്റെ തരമായിട്ട് വരുന്നത് ഏതാണ്? മൈക്കയാണ്. സിലിക്കോണും കോപ്പറും സിൽവറും ഒക്കെ കണ്ടക്ടേഴ്സാണ് അല്ലേ? അപ്പോൾ മൈക്കയാണ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻസുലേറ്റർ. മൈക്ക എന്നുള്ളത് അതിൻ്റെ റീസൺ നോക്കാം. മൈക്ക ഈസ് യുണീക്ക് ഇൻ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എക്സലൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആൻഡ് എ സ്ട്രോങ് തേർമൽ കണ്ടക്ടർ അറ്റ് ദ സെയിം ടൈം. മൈക്കേനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അത് നല്ലൊരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ്. കറണ്ടിനെ കടത്തിവിടാത്തൊരു വസ്തുവാണ്. അതിനോടൊപ്പം തന്നെ ഒരു സ്ട്രോങ് തേർമൽ കണ്ടക്ടർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് മൈക്ക ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് എൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്? ബ്ലോക്ക് മൈക്ക ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസുലേഷൻ ഫെയിലിയർ ക്യാൻ ഹാപ്പൻ അറ്റ് ഡാഷ്. ഇൻസുലേഷൻ ഫെയിലിയർ എപ്പോഴാണ് നടക്കുന്നത്? ഹൈ ടെമ്പറേച്ചേഴ്സ് ഉണ്ടാകുമ്പോൾ ഇൻസുലേഷൻ ഫെയിലിയർ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻസുലേറ്റർ ഇലക്ട്രോൺസ് ബിക്കം എക്സൈറ്റഡ് allowing them to bridge the huge energy band gaps between the valence and conduction bands. As a result, a high amount of electrons move into the conduction band and act as conductors, causing ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ. അപ്പോൾ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ഇൻസുലേറ്റർ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് അത് എന്താവും? ഹ്യൂജ് എനർജി ബാൻഡ് ഗ്യാപ്സ് ഉണ്ടാക്കും വാലൻസും കണ്ടക്ഷൻ ബാൻഡ്സിനും ഇടയിൽ. അതിൻ്റെ ഫലമായിട്ട് ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. എവിടെ നിന്ന്? കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. എന്നിട്ട് അത് കണ്ടക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് ഇൻസുലേഷൻ ബ്രേക്ക് ഡൗണിന് കാരണമാകും. The property of superconductor is that it has dash. പ്രോപ്പർട്ടി ഓഫ് സൂപ്പർ കണ്ടക്ടർ എന്താണ്? അതിന് നിയർലി നോ റെസിസ്റ്റൻസ്, അതിന് മിക്കതും റെസിസ്റ്റൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സൂപ്പർ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി. അപ്പം അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. സെമി കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് that can conduct current with nearly no resistance at very low temperatures. Example, lead at negative 270 degrees Celsius. As a result, there is a tremendous quantity of current flowing through them. അതായത് സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് മെറ്റീരിയൽസ് ആണ്? അതിന് കറൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും, റെസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ ഭയങ്കര ചെറിയ ടെമ്പറേച്ചേഴ്സിൽ വരെ. അതിൻ്റെ ഫലമായിട്ട് അവിടെ വലിയ അളവിൽ തന്നെ കറൻറ്റ് അതിലൂടെ ഫ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, സെമി കണ്ടക്ടർ റെസിസ്റ്റൻസ് ഡാഷ് ആസ് ടെമ്പറേച്ചർ റൈസസ്. സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യും, കുറഞ്ഞു വരികയാണ് ചെയ്യുക. നെക്സ്റ്റ്, ദ കണ്ടക്ടേഴ്സ് റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് അതിൻ്റെ ലെങ്ത്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. The most efficient semiconductor material is dash. സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന്? സിലിക്കൺ, ജർമേനിയം, കാർബൺ. ഓൾ ദ മെൻഷൻ. അപ്പോൾ എന്താണ്? സിലിക്കണും ജർമേനിയവും കാർബണും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഓൾ ദ മെൻഷൻഡ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ടിവിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡാഷ്. ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇലക്ട്രോൺസ് ഇൻ പെയേഴ്സും ഹോൾസ് ഇൻ പെയേഴ്സ്. അപ്പോൾ എ ആൻഡ് ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അയൺസ് ആർ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദേ ആർ ക്രിയേറ്റഡ് വെൻ ആൻ ആറ്റം ഡാഷ്. അയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആറ്റം ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലോസ് ചെയ്യുമ്പോഴോ, ഇലക്ട്രോണിനെ നേടുമ്പോഴോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, അതിൻ്റെ റീസൺ നോക്കാം. വെൻ ആൻ ആറ്റം ഗെയിൻസ് ആൻ ഇലക്ട്രോൺ. ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ കിട്ടുമ്പോൾ ഇറ്റ് ബിക്കം എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. നമുക്കറിയാം ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആറ്റത്തിന് ഇലക്ട്രോണിനെ കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് ചാർജ്
പാർട്ടിക്കിൾ ആവുകയാണ് അത് ചെയ്യുന്നത്. കാരണം എന്താണ്, എക്സസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ് ചാർജ് കൂടുന്നു. ഇനി അഥവാ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. അതായത് അതിൻ്റെ നെഗറ്റിവിറ്റി പോവുകയാണ്. അപ്പോൾ അതെന്താവും, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആവും ഡ്യൂ ടു ലാക്ക് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇലക്ട്രോൺസ് ഇല്ലാത്തത് മൂലം അത് പോസിറ്റീവ് ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് മെറ്റൽസ് ടു മേക്ക് ഇലക്ട്രിക്കൽ വയർ? ഇലക്ട്രിക്കൽ വയർ ഉണ്ടാക്കാനായിട്ട് മെറ്റൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് അല്ലേ. മെറ്റൽസ് എന്നുള്ളത് കറണ്ടിനെ കടത്തിവിടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ടാണ് മെറ്റൽസിനെ നമ്മൾ ഇലക്ട്രിക്കൽ വയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മെറ്റൽസ് ആർ റിജിഡ് ആൻഡ് ഡു നോട്ട് ബെൻഡ്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണു, ബെൻഡ് ആവില്ല എന്നുള്ളതാണോ? അല്ല. മെറ്റൽസ് ക്യാൻ സ്റ്റോർ എ ലോട്ട് ഓഫ് ഹീറ്റ് എന്നുള്ളതാണോ? അല്ല. മെറ്റൽസ് ആർ ഗുഡ് ഇൻസുലേറ്റേഴ്സ്. അത് തെറ്റാണ് അല്ലേ. അത് കറണ്ട് കടത്തി വിടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ മെറ്റൽസിനെ നമ്മൾ ഇലക്ട്രിക്കൽ വയറായിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിക്കൽ വയേഴ്സ് ഇലക്ട്രിസിറ്റി കടത്തിവിടാനാണ്. അപ്പോൾ മെറ്റൽസ് നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സാണ് അതുകൊണ്ട്. ഇനി വാട്ട് ഡസ് എ കണ്ടക്ടർ ആൻഡ് ആൻ ഇൻസുലേറ്റർ ഡു നോട്ട് ഹാവ് ഇൻ കോമൺ? ഒരു കണ്ടക്ടറിനും ഒരു ഇൻസുലേറ്ററിനും എന്താണ് ഡു നോട്ട്? ആ നോട്ട് എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഡു നോട്ട് ഹാവ് ഇൻ കോമൺ, കോമൺ ആയിട്ട് ഇല്ലാത്തത്. ആൻ ഇൻസുലേറ്റർ ഡസ് നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ഫ്രീലി ത്രൂ ഇറ്റ്. ഒരു ഇൻസുലേറ്റർ ഒരിക്കലും അതിലൂടെ കറണ്ട് പാസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. വേറാസ് എ കണ്ടക്ടർ ഡസ്. പക്ഷേ ഒരു കണ്ടക്ടർ എന്താണ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണത് അല്ലേ. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, മിറ്റൻസ് ആർ യൂസ്ഫുൾ ഫോർ കീപ്പിംഗ് യുവർ ഹാൻഡ്സ് വാം ഇൻ ദ വിൻ്റർ ബിക്കോസ് ദേ ആർ ഡാഷ്. മിറ്റൻസ് നമുക്ക് കൈകൾ വാമായിട്ട് സൂക്ഷിക്കാനായിട്ട്, തണുപ്പ് കാലത്ത് കൈകൾ വാമായിട്ട് സൂക്ഷിക്കാനായിട്ട് മിറ്റൻസ് സഹായിക്കുന്നുണ്ട്. അതെന്താണ്? ദേ ഫങ്ഷൻ ആസ് ഇൻസുലേറ്റേഴ്സ്. അത് ഇൻസുലേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് റിങ്സ് മെയ്ഡ് ഓഫ് സെറാമിക് ആർ യൂസ്ഡ് ആസ് ഡാഷ്. സെറാമിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റിങ്സ് എന്തായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? സെറാമിക്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് amorphous or glassy solids that are hard and brittle. സെറാമിക് എന്നുള്ളത് amorphous അല്ലെങ്കിൽ ഗ്ലോസി സോളിഡ് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് ഹാർഡാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസിന് ഒരു കോമ്പിനേഷൻ ഓഫ് അയോണിക് ആൻഡ് കോവാലൻറ്റ് ബോണ്ടാണ്. അയോണിക് ബന്ധനവും കോവാലൻറ്റ് ബോണ്ടിങ്ങും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇലക്ട്രോൺസ് കാനോട്ട് ട്രാവൽ ഫ്രീലി. ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ദേ ആക്ട് ആസ് തേർമൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ അത് ചൂടിനെയും കറണ്ടിനെയും പ്രതിരോധിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദ മെൻഷൻ മെറ്റീരിയൽസ് ഹാവ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഏതിനാണ്? മൈക്കൊക്കെയാണ് അല്ലേ. കാരണം നോക്കാം. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് നോൺ കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഈസ് നെഗറ്റീവ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. വേറാസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് മെറ്റൽ കണ്ടക്ടേഴ്സ് പോസിറ്റീവ് ആണെന്നറിയാം. അതുപോലെ തന്നെ നോൺ കണ്ടക്ടേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനും എന്താണ് ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യൻസ് നെഗറ്റീവാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റിയുടെ പുവർ കണ്ടക്ടർ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടറാണ്. കാരണം എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് നോട്ട് അയണൈസ്ഡ് അല്ലേ. പ്യുവർ വാട്ടർ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. പ്യുവർ വാട്ടർ എന്നുള്ളത് കറണ്ടിനെ അങ്ങനെ കടത്തി വിടുന്നില്ല. The movement of ions in liquids under the influence of an electric field aids in the conduction of electricity and pure water is not ionized. Pure water ionized അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആണെന്ന് പറയാം. വിച്ച് ഓഫ് ദ മെറ്റീരിയൽസ് ബിലോ ഹാസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? ഏറ്റവും നല്ല രീതിയിൽ കറണ്ട് കടത്തി വിടുന്നത് പിന്നെയും വന്ന് നോക്കണം അല്ലേ, സിൽവർ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഓംസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് വൈ ഓംസ്. ദ വയർ ഈസ് സ്ട്രെച്ച്ഡ് ടു ട്രിപ്പിൾ ഇറ്റ്സ് ലെങ്ത്, ദെൻ ദ റെസിസ്റ്റൻസ് ബിക്കംസ് ഡാഷ്.
ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് y ഓം ആണെന്ന് പറഞ്ഞു. ആ വയർ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് 3 ഇരട്ടിയാക്കുകയാണ് അതിൻ്റെ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാവും? ലെങ്ത്തിന് ആനുപാതികമാണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3 × y, റെസിസ്റ്റൻസ് y തന്നിട്ടുണ്ട്, അപ്പോൾ 3 × y 3y ആണ് ആൻസർ. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. അതുകൊണ്ട് തന്നെ പിന്നെ ലെങ്ത് ഓഫ് കണ്ടക്ടർ ട്രിപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും ഇരട്ടിയാവും. അപ്പോൾ 4 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4y ആവും. ഓക്കെ, അതുപോലെ ആൻ ഇലക്ട്രിക് കറൻറ്റ് ഓഫ് 10 ആംപെയർ ഈസ് ദ സെയിം ആസ് ഡാഷ്. ഇലക്ട്രിക് കറൻറ്റ് 10 ആംപെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിന് ഈക്വലൻ്റ് ആണ്? 10C/s ആണ്. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ ഇലക്ട്രിക് കറൻറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എ റേഷ്യോ ഓഫ് ദ ചാർജ് ടു ദ ടൈം ഇൻ വിച്ച് ചാർജ് ഫ്ലോസ്, ഏത് ടൈമിലാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളത് ഇലക്ട്രിക് കറൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? റേഷ്യോ ഓഫ് ചാർജും പിന്നെ ടൈമും. ഓക്കെ, അടുത്തത് കൺസിഡർ എ സർക്യൂട്ട് വിത്ത് 2 അൺഈക്വൽ റെസിസ്റ്റൻസസ് ഇൻ പാരലൽ. ഒരു സർക്യൂട്ട് അതിൻ്റെ 2 അൺഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് പാരലായിട്ടാണെങ്കിൽ അത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് ഈസ് സെയിം. രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും സെയിം ആവും. അതായത് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഈസ് ഓംസ് ലോ നോട്ട് ആപ്ലിക്കബിൾ? ഓംസ് ലോ ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതിലാണെന്ന്? ഇലക്ട്രോലൈറ്റിലാണോ, ആർക്ക് ലാമ്പിലാണോ, ഇൻസുലേറ്റേഴ്സിലാണോ, വാക്വം റേഷ്യോ വാല്യൂലാണോ? ഇൻസുലേറ്റേഴ്സിൽ അല്ലേ. അക്കോർഡിംഗ് ടു ഓംസ് ലോക്ക് അനുസരിച്ച് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു കണ്ടക്ടേഴ്സ്. അത് കണ്ടക്ടേഴ്സിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ അത് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ അതൊരിക്കലും ആപ്ലിക്കബിൾ ആവില്ല. ഏത്? ഓംസ് ലോ. നെക്സ്റ്റ്, എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 1 ആൻഡ് ഡയാമീറ്റർ d ഹാസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് v applied at its 2 ends. The drift velocity is v. If the diameter of wire is made d/4, അതായത് ഡയമീറ്റർ by 4 ചെയ്യുകയാണെങ്കിൽ then drift velocity becomes dash. എത്രയാവും? 16 വോൾട്ട് ആവും. കോപ്പർ വയറിൻ്റെ ലെങ്ത് എത്രയായിരുന്നു പറഞ്ഞേക്കണേ? L ആയിട്ടെടുത്തു, ഡയാമീറ്റർ d ആയിട്ടെടുത്തു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് v ആയിട്ടെടുത്തു. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ക്യാപിറ്റൽ V ആണെന്നുണ്ടെങ്കിൽ ഡയാമീറ്റർ ഓഫ് വയർ എന്ത് ചെയ്തു? by4 ആക്കി. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താവും? 16 വോൾട്ട് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് V = 1/NAQ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൾബ്സ് വിൽ ഹാവ് ഹൈ റെസിസ്റ്റൻസ്? ഏതിനാവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക? 220 വോൾട്ടിനും 60 വോൾട്ടിനും. അപ്പോൾ റെസിസ്റ്റൻസ് എന്നുള്ളത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തിനോട്? സ്ക്വയർ ഓഫ് വോൾട്ടേജിനോടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പവറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് R = സ്ക്വയർ ഓഫ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എന്ത്? പവർ. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഡാഷ്. ഓംസ് ലോ എന്താണ്? സെമി കണ്ടക്ടേഴ്സിനും, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ്? ഇൻസുലേറ്റേഴ്സിന് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഓംസ് ലോ സെമി കണ്ടക്ടേഴ്സിനും ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ്, കണ്ടക്റ്റൻസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡാഷ്. കണ്ടക്റ്റൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? MHO. ഓക്കെ, ഇൻ ടേംസ് ഓഫ് MHO. അടുത്ത, അപ്പോൾ കണ്ടക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൻ്റെ നേരെ തലതിരിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇനി ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് MHO. അത് MHO എന്നുള്ള അതിൻ്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെസിസ്റ്റിവിറ്റി ഓഫ് എ വയർ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. ഒരു വയറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മെറ്റീരിയലിനനുസരിച്ചിട്ട്. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ വയർ ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. ഏത് ടൈപ്പ് മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാറുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത്, ഇൻ എ കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് ഗ്രാഫ് ഓഫ് എ ലീനിയർ റെസിസ്റ്റർ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ഇൻഡിക്കേറ്റ് ഡാഷ്. കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ? ഒരു ലീനിയർ റെസിസ്റ്ററിൻ്റെ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഗ്രാഫ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കണ്ടക്റ്റൻസിനെ ആവും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ഗ്രാഫ്
എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? റേഷ്യോ ഓഫ് കറൻറ്റ് ടു വോൾട്ടേജ് വിച്ച് ഇൻഡിക്കേറ്റ്സ് കണ്ടക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇനി ഓംസ് ലോൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നതുല്യമായ ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.